ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു പച്ചടിയാണ്. അപ്പോൾ തൈരില്ലാതെ നമ്മൾ പച്ചടി ഉണ്ടാക്കാറേ ഇല്ല. പക്ഷേ തൈരില്ലാതെയും പച്ചടി ഉണ്ടാക്കാം. എങ്ങനെയാണെന്നല്ലേ? നല്ല പുളിച്ച മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ തൈരിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചെയ്യാത്തവർ പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നല്ല രുചിയാണ്. ഇതിൻ്റെ കൂടെ ഒരു കാച്ചിയ പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു പച്ചടിയും കാച്ചിയ പപ്പടവുമാണ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് കൂടാതെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ, പച്ചമാങ്ങ കൊണ്ട് തന്നെ നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കണത് പോലെ ശർക്കരയൊക്കെ ചേർത്തിട്ട് മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. പിന്നെ പച്ചടി എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമ്മൾ സദ്യയിലൊക്കെ വിളമ്പണ രീതിയിലുള്ള കട്ടി പച്ചടിയായിട്ട് ഉണ്ടാക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇതുപോലെ ലൂസായിട്ട് ഉണ്ടാക്കി എന്താ ഗുണം എന്ന് വെച്ചാൽ അത് സൈഡാക്കി കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഒഴിച്ചു കൂട്ടാനായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വേറെ കൂട്ടാനൊന്നും ഇവിടെ പ്രത്യേകിച്ചില്ല. പച്ചടി ആകുമ്പോൾ നമുക്കത് സൈഡായിരിക്കുമല്ലോ, പിന്നെ ഒഴിച്ചു കൂട്ടാൻ വേറെ കൂട്ടാൻ ഉണ്ടാക്കേണ്ടി വരും. ഇതാവുമ്പോൾ പിന്നെ ഇങ്ങനെ ലൂസാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ്. നമസ്കാരം. ഇപ്പം മാങ്ങാക്കാലാണല്ലോ, ധാരാളം മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് കൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി വലിപ്പമായിട്ടുള്ള പച്ചമാങ്ങ, പഴുത്ത മാങ്ങയല്ല കേട്ടോ ഞാൻ പറയണേ, പച്ചമാങ്ങ, അതുകൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം. ഈ പച്ചമാങ്ങയുടെ തൊലി ചെറുതായിട്ട് ഒന്ന് ചെത്തണം കേട്ടോ. കാരണം തൊലിക്ക് കട്ടിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറുതായിട്ട്, മുഴുവനായിട്ട് പോകേണ്ട, അവിടെ എവിടെയൊക്കെ ഇതുപോലെ തൊലി ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല. ഈ വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അത് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബേജൊക്കെ തോരന് വേണ്ടിയിട്ട് കത്തിയോണ്ട് ഇങ്ങനെ കൊത്തി നുറുക്കിയെടുക്കില്ലേ, അതുപോലെ നുറുക്കിയെടുക്കണം. അതെന്താ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ പുളി ചിലപ്പോൾ ഇറങ്ങിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പില, അത് നല്ലോണം കൈകൊണ്ട് പിച്ചിട്ട് ചേർക്കാം കേട്ടോ. എന്നാലാണ് കറിവേപ്പിലയുടെ വാസന നന്നായിട്ട് വരുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മുളക് പൊടി ചേർത്താലും ചിലപ്പോൾ കുറച്ച് പുളിയാണ് മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടി ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്നിട്ട് അവസാനം എരിവില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് വേവാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം നന്നായിട്ട് മാങ്ങ വേവിച്ചെടുക്കാം. ഇത് പച്ചടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പച്ചടിക്ക് നമ്മൾ പച്ച കടുകാണ് ചേർക്കുക. അപ്പോൾ തേങ്ങയുടെ അളവ് ചെറിയ ഒരു മുറി തേങ്ങ, അല്ലെങ്കിൽ കയ്യിൽ 2.5 പിടി, ഒരു 3 പിടിയോളം അളവിൽ തേങ്ങ ചിരക്കിയത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പച്ചക്കടുക്. പിന്നെ മുളകോ പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ മുളക് പൊടി ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം മാങ്ങയുടെ കൂടെ തന്നെ എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്തിട്ടാണല്ലോ നമ്മൾ വേവിക്കുന്നത്. സാധാരണ ബാക്കി എല്ലാ പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൈര് ചേർത്തിട്ടാണ് ഈ പച്ചക്കടുക് തേങ്ങയുടെ കൂടെ ചതച്ചെടുക്കുക. പക്ഷെ നല്ല പച്ചമാങ്ങ, പുളിച്ച മാങ്ങയാവുമ്പോൾ തൈരിൻ്റെ ആവശ്യമില്ല. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ വേവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചാൽ തന്നെ അത് വെന്തുണ്ടാവും. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർക്കാം. പച്ചക്കടുക് ചേർത്ത് അരയ്ക്കേണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വറുത്തിടാം. വറുത്തിടേണ്ടത് വെളിച്ചെണ്ണയിൽ ഒരു 2 കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 2 വറ്റൽമുളക്. സാധാരണ നമ്മൾ പുളിയുള്ള മാങ്ങ കൂട്ടാനിലൊക്കെ ഉലുവ വറുത്തിടും. പക്ഷേ ഇത് പച്ചടി ആയതുകൊണ്ട് നമ്മൾ ഉലുവ വറുത്തിടില്ല. മാങ്ങ കൂട്ടാനായിട്ട് ചെയ്യണ സമയത്താണെങ്കിൽ നമുക്ക് ഉലുവ എന്തായാലും മസ്റ്റാണ് വറുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു പച്ചമാങ്ങ പച്ചടി. ഒരു തവണ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ.